ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഗണപതിനെ ഒഴുക്കണ ദിവസമാണ് കേട്ടോ. ഗണേശോത്സവം ഇന്നത്തെ കൊണ്ട് തീരും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഡാമുണ്ട്, അപ്പോൾ അവിടെ ഗണപതിനെ ഒഴുക്കണം കാണാൻ വന്നതാണ്. നല്ല മഴക്കാറുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാൻ പോയിട്ട്. ഇഷ്ടംപോലെ ഗണപതി ഉണ്ട് കേട്ടോ അവിടെ. ആ, നല്ല സ്പീഡുണ്ടല്ലോ. നോക്കിപ്പോണേ. ഡാം ഫുള്ള് ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട്. നല്ല സ്പീഡുണ്ട് വെള്ളത്തിന്. ഞങ്ങൾക്ക് ഇതേ പ്രസാദം കിട്ടിയണ്ട, മോദകം. നല്ല മധുരം. വേദു സ്ലിപ്പാകല്ലേ, സ്ലിപ്പാകല്ലേ. ആ ജിയാഞ്ചി വന്ന വേദു സ്ലിപ്പാവൂന്ന്. വേദികേ വേദു അപ്പോൾ അതാ നമ്മൾ ഗണപതിനെ ഒഴുക്കണ ആ നദിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പോഴത്തേനും എന്താ ഇവരൊക്കെ കൊണ്ടുപോവുകയാണ് ഒഴുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പാട്ടും ബഹളവും കളർ പൊടി വിതരണമൊക്കെയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് ഇന്ന് ഫുള്ള് ഇങ്ങനെ നദിയുടെ അവിടെ കൊണ്ടുപോയിട്ട് കുറേ പേര് നദിയിൽ ഒഴുക്കും, വേറെ കുറേ പേര് അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ മുക്കിയിട്ട് എടുക്കും. ഇതും ഗണപതിനെ അവർ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതാ രണ്ട് വശത്തും ഒരേ എലിയാണ്, പൂ കൊണ്ട് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നടുക്ക് ഗണപതി ഇരിപ്പുണ്ട്. ഒത്തിരി മ്യൂസിക്കും പാട്ടും ഭയങ്കര ബോക്സിൻ്റെ സൗണ്ടും. നമുക്ക് അവിടെ നിന്നൊന്ന് വർത്താനം പറഞ്ഞാൽ പോലും മനസ്സിലായില്ല, അത്ര സൗണ്ടാണ്. ഫുള്ള് ഭയങ്കര സൗണ്ടിലുള്ള മ്യൂസിക്കൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും സൗണ്ടിലൊന്നും വെക്കില്ല, പക്ഷെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. എല്ലായിടത്തും കണ്ട പാട്ടും ലൈറ്റും ഒക്കെ തന്നെയാണ്. ഇത് രാത്രി ആകുമ്പോഴാണ് നല്ല രസം ഇതെല്ലാം കാണാനായിട്ട്.
അപ്പോൾ ദാ ഞങ്ങൾ ഗണപതിയുടെ കുറേ പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സന്ധ്യ ആകും തോറും നല്ല തിരക്കായിരിക്കും. ബൈക്കും കാറും ഒന്നും അനക്കാൻ പോലും പറ്റില്ല. അതേപോലെ തിരക്കും കൊട്ടും പാട്ടും ബഹളമൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സന്ധ്യ ആവുന്നവരെ നിന്നാൽ നമുക്ക് പിന്നെ റൂമെത്താൻ ഒത്തിരി ലേറ്റാവും. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ പരിപാടികളും ആഘോഷങ്ങളും ലൈറ്റ് സൗണ്ടും ഒക്കെ ഇനിയിപ്പോൾ കൂടി വരും. അപ്പോൾ രാത്രി 10-11 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ കൊട്ടും പാട്ടും ബഹളമൊക്കെ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളങ്ങ് റൂമിലോട്ട് പോവുകയാണ്. കുഞ്ഞും കൂടെ ഉള്ളത് കാരണം പിന്നെ ഈ സൗണ്ട് ഒത്തിരി ആയാൽ അവനും ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴയും പെയ്താലൊക്കെ എന്താവുമെന്നറിയില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ഗണേശോത്സവം ഇന്നത്തോടു കൂടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.